തൊഴിൽ ഒരു മൗലിക അവകാശമാണ്. അത് മനുഷ്യവംശത്തിന് വേണ്ടിയുള്ള നന്മയുമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സഭ ആധുനിക ലോകത്തിൽ എന്ന പ്രമാണരേഖയിലൂടെ സാർവത്രിക സഭ ലോകത്തോട് പറഞ്ഞു വയ്ക്കുന്ന തൊഴിൽ സംസ്കാരത്തിൻ്റെ സൂചനയാണിത്. ലോകവും സാർവത്രിക സഭയും അന്തർദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുന്ന മെയ് 1 നീതിയുടെ ശബ്ദം എന്ന പേരിൽ സഭയുടെ സാമൂഹിക ദർശനത്തെക്കുറിച്ച്, പ്രത്യേകമായി തൊഴിൽ മേഖലയെക്കുറിച്ച്, സഭയുടെ പഠനങ്ങളെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും ആയിരിക്കേണ്ട അവസ്ഥകളെക്കുറിച്ചും പ്രത്യേകമായി ചർച്ച ചെയ്യുന്ന നീതിയുടെ ശബ്ദം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സഭയുടെയും സാമൂഹിക മേഖലയുടെയും വിവിധ രംഗങ്ങളിൽ കൃത്യമായ ഇടപെടലുകളിലൂടെ ശ്രദ്ധേയരായ 2 വ്യക്തിത്വങ്ങളാണ് ഉള്ളത്. ഒന്ന് റവറൻഡ് ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ട്, സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവും സഭയുടെ മതബോധന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സീറോ മലബാർ മതബോധന കമ്മീഷൻ്റെ സെക്രട്ടറിയുമായും സേവനം ചെയ്യുന്ന റവറൻഡ് ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ട്, എറണാകുളം അങ്കമാലി അതിരൂപത വൈദികനാണ്. റവറൻഡ് ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ടിനെ സ്നേഹപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി നമുക്കെല്ലാം ഉള്ളത് ഷാലോമിൻ്റെ പ്രേക്ഷകർക്ക് എക്കാലവും എന്നും സുപരിചിതനായ, സ്നേഹപൂർവ്വം തങ്കച്ചായൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഇടുക്കി തങ്കച്ചൻ ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സഭയുടെ നല്ല ഒരു അൽമായ പുത്രനാണ്. പ്രഭാഷണങ്ങൾ, എഴുത്തുകൾ, കരിസ്മാറ്റിക് പ്രസ്ഥാനം മുതലായ മേഖലയിലൂടെയൊക്കെ കേരള സഭയ്ക്ക്, ഭാരത സഭയ്ക്ക് സുപരിചിതനായ ഇടുക്കി തങ്കച്ചായൻ പ്രത്യേകമായി ഈ വിഷയത്തിൽ തൊഴിൽ മേഖലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് തൻ്റെ അനുഭവ പരിചയത്തിൻ്റെ കൂടി സമ്പത്താണ് ഇന്ന് ഈ വേദിയിൽ നമ്മോടൊപ്പം ആയിരിക്കുക. സ്നേഹപൂർവ്വം പ്രിയപ്പെട്ട തങ്കച്ചായനെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി 2 പേരെയും സ്നേഹപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാമൂഹിക മേഖല സഭയുടെ നിയന്ത്രണത്തിൽ ഉള്ളതല്ല എങ്കിലും സാമൂഹിക മേഖലയെക്കുറിച്ച് കൃത്യമായി സഭാപിതാക്കന്മാർ, മാർപ്പാപ്പമാർ, സഭാമക്കൾക്ക്, സമൂഹത്തിന് കൃത്യമായ ദർശനങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ നൽകിയിട്ടുണ്ട്. പ്രത്യേകമായി നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന തൊഴിൽ മേഖലയെക്കുറിച്ച് അപ്പസ്തോലിക ആഹ്വാനങ്ങളും ചാക്രിക ലേഖനങ്ങളും മറ്റ് പഠനങ്ങളുമൊക്കെ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തൊഴിലാളികളുടെ മാഗ്നാകാട്ട എന്ന് തന്നെ അറിയപ്പെടുന്ന ലിയോ 13 മാർപ്പാപ്പയുടെ റേരും നൊവാരും, അതുപോലെ തൊഴിൽ എന്ന പേരിലുള്ള ജോൺ പോൾ സെക്കൻഡിൻ്റെ ചാക്രിക ലേഖനം, അതുൾപ്പെടെ നിരവധി സഭാ പഠനങ്ങൾ, ചാക്രിക ലേഖനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സഭയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ തൊഴിൽ മേഖലയെക്കുറിച്ച് മാർപ്പാപ്പമാരുടെയും സഭയുടെയും പഠനങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജിമ്മിയച്ചൻ അതിൻ്റെ രത്നച്ചുരുക്കം ഒന്ന് വിശദീകരിക്കാം. എനിക്ക് തോന്നുന്നു നമ്മളൊരു മെയ് ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ 1891 മെയ് 15 സഭയുടെ ചരിത്രത്തിൽ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അന്നാണ് 13 ലയോ മാർപ്പാപ്പ റേരും നൊവാരും എന്ന് പറയുന്ന ഓഫ് ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അത്രയും നാളും സഭ അവതരിപ്പിച്ചിരുന്ന ദൈവശാസ്ത്രപരമായ ആത്മീയമായ കാര്യങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് മനുഷ്യൻ്റെ ചില സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനായിട്ട് ആരംഭം കുറിച്ച് തന്ന, അല്ലെങ്കിൽ ഇത്രയും നിയതമായൊരു സ്റ്റെപ്പ് എടുത്തത് ആ സമയത്തായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്നും പഠനത്തിന് വിഷയമാക്കുന്നതും, ഇന്നും പച്ചപിടിച്ച് നിൽക്കുന്നതും, ഇന്നും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാത്തത്, ഇനിയും ചെയ്യേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് സാമൂഹ്യ പ്രബോധനങ്ങൾ സഭയിൽ വന്നുകൊണ്ടേയിരുന്നു. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയിരിക്കുന്ന ലൗദാത്തോസി പോലും ഒരു സാമൂഹ്യ പ്രബോധനമാണ്. കാരണം അതൊരു തൊഴിലിനെ സംബന്ധിച്ച് നേരിട്ടല്ലെങ്കിലും പ്രകൃതിയെ, അതിനെ സ്നേഹിക്കേണ്ടതിനെ സംബന്ധിച്ച്. ഈ തൊഴിലിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ റേരും നൊവാരുമിൻ്റെ ചുവട് പിടിച്ചാണ് പിന്നെ മാർപ്പാപ്പമാരെല്ലാം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. സിജോ തുടക്കത്തിൽ തന്നെ സഭ ആധുനിക ലോകത്തിൽ എന്നുള്ള ഒരു ഡോക്യുമെൻ്റ് കോട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെൻറ്റുകളിൽ ഇത്രയേറെ ജനശ്രദ്ധയെ ആകർഷിച്ച, ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ഇല്ല. അതിൻ്റെ പ്രധാന കാരണം മനുഷ്യൻ്റെ പച്ചയായ പ്രശ്നങ്ങളിലേക്ക് അത് കയറി ഇടപെടുകയും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, സഭ അതിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവിടെ പറയുകയും ചെയ്തു. ഒപ്പം തന്നെ
ലിയോ 13 മാർപ്പാപ്പ ഈ ഒരു ഡോക്യുമെൻ്റ് ഇറക്കിയതിൻ്റെ 40-ാം വർഷത്തിൽ തൊട്ടടുത്ത ഡോക്യുമെൻ്റ് 11-ാം പിയൂസ് മാർപ്പാപ്പ ഇറക്കി. അതിൻ്റെ പേര് തന്നെ 40-ാം വർഷം എന്നാണ്. 40-ാം വർഷം എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ഇറക്കി. അവിടെയും തൊഴിലിനെ പറ്റി അല്ലെങ്കിൽ തൊഴിലാളികളോടുണ്ടാകേണ്ട സമീപനത്തെ പറ്റി, പ്രത്യേകിച്ച് കമ്മ്യൂണിസം, ക്യാപിറ്റലിസം ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നമ്മൾ എടുക്കേണ്ട സാധ്യതകളെ പറ്റിയെല്ലാം പറഞ്ഞു. പിന്നീട് പല ഡോക്യുമെൻറ്റുകൾ വന്നെങ്കിലും എടുത്തു പറയേണ്ടത് ജോൺ 23-ാമൻ മാർപ്പാപ്പ 70-ാം വർഷത്തിൽ ഇറക്കിയ ഒരു ഡോക്യുമെൻ്റാണ്. അത് ജോൺ 23-ാമൻ മാർപ്പാപ്പ ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് 1891 ശേഷം 70 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇറക്കി. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ചെന്തേസിമൂസ് ആനൂസ് 100-ാം വർഷം, അതിൻ്റെ പേര് 100-ാം വർഷം എന്നാണ്, 100-ാം വർഷം എന്ന പേരിൽ ഉടനെ മറ്റൊരു ഡോക്യുമെൻ്റ് ഇറക്കി. ഇവിടെയെല്ലാം ലിയോ 13-ാമൻ മാർപ്പാപ്പ എന്തു പറഞ്ഞിരുന്നോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കിന്ന് ഡോക്യുമെൻറ്റിൻ്റെ കുറവുകൾ അല്ല നമുക്കുള്ളത്. ഡോക്യുമെൻറ്റുകൾ നമുക്ക് ആവശ്യത്തിനുണ്ട്. അവരെല്ലാം വളരെ കൃത്യതയാർന്ന പഠനങ്ങൾ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ ഉപരി നിങ്ങളൊക്കെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെന്നുള്ള നിലയിൽ, സിജോ ഒരു മാധ്യമപ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഒരു സഭയുടെ ഒരു സ്പോക്സ് പേഴ്സണായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ തങ്കച്ചായനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ളവരാണ്. എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്. ഇത്രയേറെ ഡോക്യുമെൻറ്റുകളുണ്ട്, ഇതെങ്ങനെ പ്രായോഗത്തിൽ വരുത്തുന്നു, പ്രാവർത്തികമാക്കുന്നു എന്നാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. എന്തായിരിക്കും അതിനൊരു റെസ്പോൺസ്? 1984 സെപ്റ്റംബർ 13-ാം തീയതി ഇറങ്ങിയ ജനനി എന്ന മാസികയിൽ കേരളത്തിലെ 40 തീപ്പെട്ടി കമ്പനികളെക്കുറിച്ചൊരു ഡോക്യുമെൻ്റ് ഇറങ്ങിയ ഒരു ലേഖനം വന്നിരുന്നു. ജോസഫ് ഇളയിടമാണ് തയ്യാറാക്കിയത്. അദ്ദേഹം അതിലെഴുതിയിരിക്കുന്നത്, ഞാൻ കേരളത്തിലെ 39 തീപ്പെട്ടി കമ്പനികളിൽ ചെന്നപ്പോഴും തൊഴിലാളികളുടെ മുഖത്ത് പരിദേവനവും പരാധീനതകളും പരിഭവങ്ങളും അല്ലാതെ വേറൊന്നും കാണാൻ സാധിച്ചില്ല. എന്നാൽ ഇടുക്കിയിലെ VSS മാച്ച് വർക്ക്സിൽ വന്നപ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾ ഏറെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടും ഒരു തൊഴിൽ എന്നതിനേക്കാൾ ഒരു ഭവനത്തിൽ വസിക്കുന്നത് പോലെ തോന്നിയെന്ന് അദ്ദേഹം എഴുതിയിരുന്നതിനകത്ത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു 2 കാരണങ്ങളാണ്. ഒന്ന്, കത്തോലിക്ക സഭയുടെ തൊഴിലാളികളോടുള്ള മനോഭാവം എന്തായിരിക്കണമെന്ന് അറിഞ്ഞ് അവരെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് ഇവിടെ. രണ്ടാമത്തത് ആ ബോർഡിൽ കാണുന്നത് കൊളോസസ് ലേഖനം 2:23 അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. 3-ാമത്തെ 23 വാക്യം. അവിടെ പറയും, നിങ്ങളുടെ ജോലി എന്തു തന്നെയാണെങ്കിലും മനുഷ്യരെ അല്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് പോലെ ഹൃദയപരമാർത്ഥയോടെ ചെയ്യുക. ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് തൊഴിലാളികളുടെ ഇടയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു, ഒരു വ്യക്തി പോലും അലസതയിലിരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചില്ല, സന്തോഷത്തോടെ വ്യാപരിക്കുന്നത് കണ്ടു. ഇതിൻ്റെ കാരണം ഇതാണ്, സഭയുടെ ആത്മാവ് എന്താണെന്ന് ഞാനറിഞ്ഞു. തൊഴിലാളിയെ സംബന്ധിച്ച് അത് അവർക്ക് കൊടുക്കാൻ സാധിച്ചത് ഞങ്ങളുടെ കമ്പനിയിൽ. മാത്രമല്ല, ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളില്ലാത്തവരും തീപ്പെട്ടി കമ്പനി ജോലി ചെയ്യുന്ന കുട്ടികൾ, അവരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന ഇന്നൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായ ഒരു സിസ്റ്ററും, ഇന്ന് അതുപോലെ തന്നെ +2-ന് പ്രിൻസിപ്പാൾമാരായ 2 സിസ്റ്റേഴ്സും ഒക്കെ ഈ തീപ്പെട്ടി കമ്പനിയിലെ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നു. അതിൻ്റെ കാരണം അവർ തൊഴിലാളികളായിരിക്കുമ്പോൾ തന്നെ അവരുടെ സെൽഫ് അവയർനെസ് അവർക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റി. ആ സിസ്റ്റേഴ്സ് തന്നെ ചിലപ്പോഴൊക്കെ ഞാൻ നേഴ്സിംഗ് സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിരിക്കുന്ന സമയത്തൊക്കെ അവിടെ ചെല്ലുമ്പോഴേ അവിടുത്തെ ആ നേഴ്സസിനോടൊക്കെയുള്ള പെരുമാറ്റത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയ ചൈതന്യം അവർ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു അസ്വസ്ഥതയില്ലാതെ കമ്മ്യൂണിറ്റി കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഈ ഡോക്യുമെൻറ്റ്സ് സഹായിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ദൈവവചനത്തിൻ്റെ സ്പർശനം, ഒരു പേഴ്സണൽ ഗോഡ് എക്സ്പീരിയൻസ് ഒരു ക്രൈസ്തവമായ മാർഗത്തിലൂടെ കൊണ്ടുപോകുമ്പോഴാണ് ഭംഗി. തൊഴിലിൻ്റെ ഒരു മഹാത്മ്യം എനിക്ക് തോന്നുന്നു ഈ ലിയോ 13-ാമൻ മാർപ്പാപ്പ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയായിരുന്നു കേട്ടോ. തൊഴിലിൽ മഹത്വമുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മളതിന് വലിപ്പച്ചെറുപ്പങ്ങൾ വയ്ക്കുന്നുണ്ട്. ഒരു ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു നിലയിൽ ഇന്ന് അങ്ങനെ ഒരു തൊഴിലിൻ്റെ മാഹാത്മ്യത്തെ, എൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിക്കാൻ വരുന്ന ഒരാളുണ്ട്, എൻ്റെ വീട്ടിൽ ജോലി ചെയ്യാൻ അടിച്ചു വൃത്തിയാക്കാൻ വരുന്ന ഒരാളുണ്ട്, ചിലപ്പോൾ ഒരുപക്ഷെ ഞാനൊരു ഓഫീസിലാണെങ്കിൽ അവിടെ എക്സിക്യൂട്ടീവായിട്ട് വരുന്ന ഒരാളുണ്ട്. എല്ലാവരും ചെയ്യുന്ന തൊഴിൽ മഹത്വമുള്ളതാണ് എന്ന ഒരു തോന്നലോടുകൂടി ഒരു ഇക്വാളിറ്റിയിൽ, ഒരു സമത്വത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഇന്നലകളെക്കാളൊക്കെ ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു സാംസ്കാരികമായിട്ട് നമ്മുടെ സമൂഹം ഉയർന്നു, അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് നമ്മുടെ സമൂഹം ഉയർന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ തീർച്ചയായും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഉത്തരേന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ, അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും കൃത്യമായ തൊഴിൽ ചൂഷണങ്ങൾ നടക്കുന്നു. താഴേക്കിടയിലുള്ള
തൻ്റെ കീഴിലുള്ള തൊഴിലാളികളെ നിയമത്തിന് വിരുദ്ധമായി തന്നെ പല ജോലികൾ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അത്തരം ചില അനീതികൾ തൊഴിൽ രംഗത്ത് ഇന്നും സാക്ഷരസമ്പന്നമായ, വിദ്യാസമ്പന്നമായ, സാംസ്കാരിക സമ്പന്നമായ നമ്മുടെ ഭാരതത്തിൻ്റെ അകത്ത് ഇന്നും നടക്കുന്നു എന്നുള്ളതാണ് ദയനീയമായ ഒരു സത്യം. പ്രത്യേകമായി ഈ തൊഴിൽ ദിനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു വശങ്ങളെക്കുറിച്ചും ആലോചിക്കേണ്ടതുണ്ടെന്നുള്ളൂ. എല്ലാവർക്കും അവകാശപ്പെട്ട നന്മയാണ് തൊഴിൽ എന്നാണ് ജോൺ പോൾ സെക്കൻഡ് 100-ാം വർഷം എന്ന് പറഞ്ഞ അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും അവകാശപ്പെട്ട നന്മയാണ്, ആ തൊഴിലിനെ നന്മയായിട്ട് നമ്മൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലർ മാത്രം ചെയ്യുന്ന നന്മ മഹത്വമുള്ളതും മറ്റുള്ളവർ ചെയ്യുന്നത് അവഹേളനപരവും മോശമായതും എന്നുള്ള ഒരു വ്യക്തമായൊരു വിഭാഗീയതയുടെ അവസ്ഥ തൊഴിൽ മേഖലയിൽ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. സഭ ഇതിൻ്റെ അകത്ത് കൃത്യമായി എല്ലാവരെയും ഒരേപോലെ കാണുന്ന, ഏത് തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്ന, ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആഹ്വാനങ്ങളുമാണ് സഭ എക്കാലത്തും നടത്തിയിട്ടുള്ളത്. പ്രത്യേകമായി ഇന്ന് ഈ ദിവസം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നം ഒരുപക്ഷെ ഭാരതത്തിൻ്റെ അകത്ത്, പ്രത്യേകമായി കേരളത്തിൻ്റെ അകത്ത് ട്രേഡ് യൂണിയനുകൾ ശക്തി പ്രാപിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ളത്. ഒരുപക്ഷെ തൊഴിൽ മേഖലകളിൽ, ഫാക്ടറികളിൽ, മറ്റെല്ലാ മേഖലയിലുമൊക്കെ ട്രേഡ് യൂണിയനുകൾക്ക് കൃത്യമായ സ്ഥാനമുണ്ട്. പക്ഷേ മുഖ്യധാര ട്രേഡ് യൂണിയനുകൾ, തൊഴിലാളി സംഘടനകളൊക്കെ തിരിഞ്ഞു നോക്കാത്ത ഒരു മേഖലയാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഗാർഹിക തൊഴിലാളികൾ, ഒരുപക്ഷെ യൂണിയനുകളുടെ സ്വാധീനമില്ലാത്ത, അവർക്ക് ഒരുപക്ഷെ രാഷ്ട്രീയമായി നേട്ടങ്ങൾ കൊയ്യാൻ സാധ്യതകളില്ലാത്ത മേഖലകൾ, അത്തരം അസംഘടിത തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ആദ്യം പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്തത് കേരളത്തിലെ കത്തോലിക്കാ സഭയാണ്. കത്തോലിക്കാ സഭയുടെ KCBCയുടെ തൊഴിൽകാര്യ കമ്മീഷന് കീഴിലുള്ള കേരള ലേബർ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം അസംഘടിത മേഖല തൊഴിലാളികൾക്ക് വേണ്ടി നടത്തുന്ന സേവനം തീർച്ചയായും സ്തുത്യർഹമാണ്. അതേപോലെ സഭ ഇടപെടുന്ന മറ്റ് നിരവധി മേഖലകളുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് തൊഴിലാളികൾക്കിടയിലുള്ള അസമത്വം കുറച്ചു കൊണ്ടുവരുവാൻ, എല്ലാ തൊഴിലാളികളും ദൈവത്തിന് മുമ്പിൽ സമന്മാരാണ് എന്നുള്ള വിശാലമായ ക്രൈസ്തവ ദർശനം അടയാളപ്പെടുത്താൻ എല്ലാം സഭ എക്കാലവും ശ്രദ്ധിച്ചു വന്നിട്ടുണ്ട്. തീർച്ചയായും തങ്കച്ചായൻ ഈ കാര്യത്തിൽ ഈ ഒരു തൊഴിൽ മേഖലയിലെ അസമത്വത്തെക്കുറിച്ചൊക്കെ കുറേ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനുണ്ടാവും എന്ന് വിചാരിക്കുക. തൊഴിൽ മേഖലയിലെ അസമത്വം എന്ന് പറയുമ്പോഴേ, പൊതുവെ ഞാൻ പറഞ്ഞില്ലേ, ഈ ചൈതന്യം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ വീടുകളിൽ പോലും എനിക്കറിയാം, പല വീടുകളിലും ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരെ ഒരുവിധം ദൈവോന്മുഖരായി ജീവിക്കുന്നവരുടെ വീട്ടിൽ അവർ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് കഴിയുന്നത്. നമ്മുടെ പല കുടുംബങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ചില വീടുകളൊക്കെ എനിക്ക് ചെല്ലുമ്പോൾ തോന്നിയിട്ടുണ്ട്, ഇവർ ആ വീട്ടിൽ അംഗമാണോ എന്ന്. വാസ്തവത്തിൽ അവർ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. ആ വീട്ടുകാരോടൊപ്പം അവർ പരിഗണിക്കുന്നതും അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്രൈസ്തവരെന്ന നിലയിൽ വളരെയധികം മാറ്റം ഈ വത്തിക്കാൻ കൗൺസിലിന് ശേഷം നമ്മുടെ ഭവനങ്ങളിലുള്ള തൊഴിലാളികൾ പോലും വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ അസംഘടിതരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ, അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തൃശ്ശൂർ രൂപതയും എറണാകുളം ഡയസിസും ചെയ്ത ചില സേവനങ്ങൾ എനിക്ക് അടുത്തറിയാം. ചില സിസ്റ്റേഴ്സൊക്കെ സമർപ്പിതരായി അവർക്ക് വേണ്ടി മാത്രം ആലുവയിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു ഹൗസ്, അവിടെ തന്നെ ചില തൊഴിലാളികൾ മരിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ അവരെ എങ്ങനെ നാട്ടിലെത്തിക്കണമെന്നുള്ളൊരു വിഷയമായിരുന്നു. പലരെയും നാട്ടിലെത്തിക്കാതെ നമ്മുടെ മോർച്ചറിയിലിരുന്ന് അതിന് ശേഷം നമ്മൾ പത്രത്തിലൊക്കെ പരസ്യം ചെയ്ത് ഇവിടെ തന്നെ അടക്കിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു തൊഴിലാളി മരിക്കേണ്ട ഒരു സിറ്റുവേഷൻ കേരളത്തിൽ ഇല്ല എന്നെനിക്ക് പറയാൻ പറ്റും. അവരില്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ കേരളം നിശ്ചലമാകുമെന്നാണ് പറയണത്. അവരുടെ വെൽഫെയറിൻ്റെ കാര്യത്തിലോ അവരുടെ ലേബറിൻ്റെ കാര്യത്തിൽ പോലും പണ്ടില്ലായിരുന്നു. ഇന്ന് നമ്മൾ ഈ സ്റ്റെപ്പ് വെച്ചപ്പോൾ തൊട്ട് ഈ കഴിഞ്ഞിടെ ഞാൻ ഓർക്കുന്ന ഒരു രോഗി പെരുമ്പാവൂർ പണിയുന്നതിനടുത്ത് നിലത്ത് വീണ് മുറിവേറ്റു. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അയാൾ ഇതര സംസ്ഥാന ജീവനക്കാരനായതുകൊണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ കണ്ടത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേ നമ്മുടെ സിസ്റ്റേഴ്സും ഈ ടീം അങ്ങോട്ട് ഇടപെട്ട് സിസ്റ്റേഴ്സ് തന്നെ അവിടെ തന്നെ അവർ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നൊരു രീതിയിൽ എത്തിക്കേണ്ടി വന്നു അവർക്ക് വേണ്ടി. ഈ കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലും നിർമ്മാണ രംഗത്തുമൊക്കെ നിർണായകമായ സ്ഥാനം ഉള്ള വിഭാഗത്തോടാണ് ഈ അവഗണന എന്ന് കാണിക്കുന്നത്. കേരളത്തിൽ നിന്ന് പക്ഷേ നമ്മളൊക്കെ ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് തൊഴിലുകൾ ചെയ്യുന്നവരാണ്, നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. അന്യസംസ്ഥാനത്തു നിന്നൊക്കെ വന്നിട്ട് നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന, നമ്മൾ വൈറ്റ് കോളർ ജോബ് തേടി പോകുമ്പോൾ ഏത് ഭാരപ്പെട്ട പണിയും അനായാസമായും പൂർണ്ണ താല്പര്യത്തോടു കൂടി ചെയ്യുന്ന, നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവരോടാണ് നമ്മുടെ സർക്കാരുകളും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരുമൊക്കെ കാണിക്കുന്ന അവഗണന. ഈ അവഗണനയുടെ തലത്തിലാണ്, ഈ അവഗണന കൂടുതലായപ്പോഴാണ് സഭയ്ക്ക് അവിടെ റോള് ഉണ്ടെന്ന് തിരിച്ചറിയുകയും കൃത്യമായി നമ്മുടെ ബിഷപ്പുമാരും നമ്മുടെ വൈദികരും പ്രത്യേകമായി അതിന് നിയുക്തരായിട്ടുള്ള സിസ്റ്റേഴ്സും ഒക്കെ ഇടപെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ, അംഗം, ആലുവ മേഖലകൾ ധാരാളമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിലൊക്കെ സഭയുടെ ഇടപെടലുകൾ, അവരുടെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, അവരുടെ തൊഴിൽ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ, അവരുടെ അവകാശങ്ങൾ അതെല്ലാം സംരക്ഷിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാനും പൂർണ്ണ സമയവും വിട്ടുകൊടുത്തിട്ടുള്ള നിരവധി സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആലുവയിൽ സഭ അത്തരത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാൻ ഇടയന്ത്രത്ത് പിതാവിൻ്റെ നേതൃത്വത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു സ്ഥാപനം തന്നെ ആലുവയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു തൊഴിലാളിയോട് കാണിക്കേണ്ട മനോഭാവമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് സഭാതലത്തിലായാലും ഏത് തരത്തിലായാലും.
എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്, ഞാനൊരു പള്ളിയിൽ ആയിട്ടിരിക്കുമ്പോൾ ആ ഒരു ഫാമിലി യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് ഒരാളെ തിരഞ്ഞെടുത്തു. അയാൾ പ്രസിഡൻ്റായി. ഇയാളൊരു കമ്പനിയിലെ ജോലിക്കാരനാണ്. ആ കമ്പനി എൻ്റെ ഇടവകയിൽപ്പെട്ട ഒരു ആൾ തന്നെ നടത്തുന്ന, അയാളാണ് അതിൻ്റെ ഉടമസ്ഥൻ. ഇയാളും ഈ ഫാമിലി യൂണിറ്റിലെ ആളാണ്, ഈ ചേട്ടനും. ഇയാൾ ഫാമിലി യൂണിറ്റ് പ്രസിഡൻ്റ് ആകുന്നതിൽ പുള്ളിക്ക് വിരോധം ഉണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളിയെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം, പുള്ളിയുടെ കമ്പനിയുടെ ഓണർ താഴെ വന്നിരിക്കുമ്പോൾ ഇദ്ദേഹം എങ്ങനെ അധ്യക്ഷനായിട്ട് ഇവിടെ വന്നിരിക്കും എന്നുള്ളതാണ്. ഇയാൾ വലിയ പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് വന്നത് അവതരിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതിലെന്താണ് പ്രശ്നം, കാരണം നമ്മളെല്ലാവരും. പിറ്റേ മീറ്റിങ്ങിന് വന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട്, ഞാൻ സാധാരണ ഇതുപോലെ ഒരു സൈഡിലാണ് ഇരിക്കുക. ഇപ്പോൾ സിജോ ഇരിക്കുന്നിടത്താണ് സാധാരണ ഫാമിലി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ഇരിക്കുക. അപ്പോൾ ഈ പുള്ളി അവിടെ വന്നിരുന്നു. നാച്ചുറലി 3 മണിയുടെ മീറ്റിങ്ങിന് ഈ ഉടമ കയറി വരികയും ഇയാൾ ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് ഈ മനുഷ്യൻ, ഈ ഉടമസ്ഥൻ വന്ന് അയാളെ വിളിച്ചങ്ങോട്ട് മാറ്റി നിർത്തി എന്തോ 2 വാക്ക് പറഞ്ഞു. ഇയാൾ പെട്ടെന്ന് വന്ന് തിരിച്ചിരുന്നു. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി ആയി, ഇയാൾ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഓണറോട് തന്നെ ചോദിച്ചു, ഇദ്ദേഹം എങ്ങനെ ഇയാളവിടെ പിടിച്ചിരുത്തി? ഇയാളൊരു വളരെ നല്ല മനുഷ്യനാണ്. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ, ഞാൻ അയാളെ കൈ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ നാറ്റിക്കല്ലേ മാഷ്, നീ ഒന്ന് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ, അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു തൊഴിലുടമയുടെ ഒരു സ്വാതന്ത്ര്യമാണ്. അതെല്ലാ മേഖലയിലും വരണമെന്നാണ് ഈ മാർപ്പാപ്പമാരും നമ്മുടെ സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങളും ഉദ്ദേശിക്കുന്നത്. അത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലുണ്ട്, ശമ്പളം കൊടുക്കുന്ന കാര്യത്തിലുണ്ട്, എല്ലാ മേഖലയിലും തൊഴിലുടമയോട് നമ്മളങ്ങനെ കാണിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ആവശ്യമായ വേതനങ്ങൾ ഇനി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും മറ്റുള്ളവർക്കും കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ സുജോ? ആ രംഗത്ത് ഒരു പക്ഷേ വലിയ പരാതികൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും നാട്ടിലെ തൊഴിലാളികൾക്ക് ഉള്ള തരത്തിലുള്ള തോതിൽ ശമ്പളം, കൂലി കൊടുക്കാൻ നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് തയ്യാറാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം, പരാതി പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അവരെ മാറ്റി നിർത്തുന്ന ജോൺ പോൾ സെക്കൻഡ് ലോക സമാധാനദിന സന്ദേശമായിട്ട് 2001 പറഞ്ഞത്, നമ്മളുടെ നാട്ടിലേക്ക് തൊഴിൽ തേടിയെത്തുന്നവരോട് നമ്മളുടെ തൊഴിലാളികളോട് കാണിക്കുന്ന അതേ മനോഭാവത്തോടെ നമ്മുടെ കുടുംബാംഗത്തെ പോലെ അവരെ സ്വീകരിക്കണമെന്നാണ് ജോൺ പോൾ സെക്കൻഡ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മനോഭാവം അവർക്ക് കൊടുക്കാൻ, അവർ അന്യരല്ല, അവർ നമ്മളോട് അടുക്കേണ്ടവരാണ്, നമ്മൾ അവരെ അടുപ്പിക്കേണ്ടതാണ് എന്നുള്ള മനോഭാവത്തോടുകൂടി അവരെ സമീപിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള പ്രശ്നം. ഇത് ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും തോന്നുന്ന ഒരു പ്രശ്നം, നമ്മുടെ സഭയും തീർച്ചയായും ഒരു തൊഴിൽദാതാവാണ്, ഒരർത്ഥത്തിൽ തൊഴിൽദാതാവാണ്. സഭയ്ക്കും നിരവധി സ്ഥാപനങ്ങൾ, ആശുപത്രികൾ നടത്തുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. തീർച്ചയായും സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് അത്തരം ശുശ്രൂഷകൾ ചെയ്യുന്നത് എങ്കിൽ പോലും ഒറ്റപ്പെട്ട പരാതികളെങ്കിലും സഭാ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ നീതി നിഷേധത്തിൻ്റെ അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക പലപ്പോഴും സഭാമക്കൾ രൂപപ്പെടാറുണ്ട്. തീർച്ചയായും അച്ഛനൊരു പക്ഷേ അതിനെക്കുറിച്ചിട്ട് തീർച്ചയായും പറയാൻ സാധിക്കുമെന്ന് വിചാരിക്കും. എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്കാണ് നമ്മുടെ ചർച്ച തിരിഞ്ഞു വന്നത്. കാരണം സഭ ഒരു ചെറിയ തൊഴിൽദാതാവാണെന്ന് സിജോ പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു വലിയ തൊഴിൽദാതാവ് തന്നെയാണ്. ചെറുതെന്ന് നമുക്ക് പറയാം. അതായത് ഇപ്പോൾ ഒരു ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും ഒരു 10,000-2000 പേരെങ്കിലും അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒത്തിരി പേര് ജോലി ചെയ്യുന്നുണ്ട്. ഈ ശമ്പളം പറ്റി പറയുന്നതിന് മുൻപ് ഞാൻ അടിസ്ഥാനപരമായി ചോദിക്കുന്നൊരു ചോദ്യം, ആർ ദേ സാറ്റിസ്ഫൈഡ്? ഈ സ്ഥാപനത്തെ അവർ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഒരു അരമനയിൽ അല്ലെങ്കിൽ ഒരു സഭയുടെ സ്ഥാപനത്തിൽ, സഭയുടെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ആ സ്ഥാപനത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ തീപ്പെട്ടി കമ്പനിയിൽ ഒരെണ്ണത്തിൽ അവർ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, ഒരാൾ അവിടെ നമ്മൾ വിജയിച്ചു സഭയുടെ ഒരു പ്രസ്ഥാനം അനുസരിച്ച്. അങ്ങനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ അപ്പം 2000 രൂപ വെച്ച് കൂടുതൽ കൊടുത്തുകൊണ്ട് ഈ സ്നേഹം വരും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പം ചിലപ്പോൾ അവിടുത്തെ കാരണം പണമായിരിക്കില്ല, ഇവന് കിട്ടേണ്ട ഒരു ആദരവ് കിട്ടാത്തത് കൊണ്ടായിരിക്കും. അവർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് ഓരോ പ്രസ്ഥാനവും ചിന്തിക്കേണ്ടതാണ്. അത് സർക്കാർ സ്ഥാപനമാകട്ടെ ഏത് സ്ഥാപനമാകട്ടെ. അപ്പം നമ്മളൊരു പടി കൂടി കടന്ന് ചിന്തിക്കേണ്ടവരാണ്. അവൻ സാറ്റിസ്ഫൈഡ്, അവൻ്റെ തന്നെ കുഴപ്പമുണ്ടാകും, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല, ഒരു തൊഴിലാളിയുടെ പ്രശ്നം ഉണ്ടാകും. അവിടെയാണ് ചില പ്രധാന പ്രശ്നമായി ഉന്നയിക്കപ്പെടുന്നതിൽ ഒന്നാമത്തേത് ശമ്പളമായിരിക്കും എന്ന് നമ്മൾ കാണുന്നത് അവിടെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോയി ഒരു കിലോ ഉള്ളി വാങ്ങിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു വീട്ടാവശ്യത്തിന് വേണ്ട എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്കാകുന്ന തുകയുടെ ആകെ തുക അവന് കൊടുക്കണമെന്നാണ് ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും 11-ാം പീയൂസ് മാർപ്പാപ്പയും ഒക്കെ പറയുന്നത്. കാരണം അവൻ്റെ ഉപജീവനത്തിന് ആവശ്യമാണ്. അവൻ നേരം വെളുത്ത വൈകുന്നേരം വരെ നമ്മുടെ ഓഫീസിൽ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉപജീവനത്തിന് ആവശ്യമായ ഒരു തുക നമ്മൾ അവന് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്.
അപ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയും അപ്പുറത്തെ പ്രൈവറ്റ് ഫീൽഡിൽ അത്രയും കൊടുക്കുന്നില്ലല്ലോ, ഇപ്പുറത്ത് അത്രയും കൊടുക്കുന്നില്ലല്ലോ. ഇപ്പോൾ 2 വർഷം മുമ്പ് ഞാൻ വളരെ എനിക്ക് അടുത്തറിയാവുന്നൊരു സംഭവം ഉണ്ടായി. നമ്മുടെ ഒരു സ്ഥലത്തെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, കേരളത്തിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വളരെ കുറച്ച് ശമ്പളമാണ് അധ്യാപകർക്ക് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബിലോ 5,000 റുപ്പീസ് എന്ന് പറയുന്നത് പോലെ ഒരു ശമ്പളം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയല്ല. കാരണം ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങളിൽ വളരെ നല്ല ശമ്പളം കൊടുത്തു തുടങ്ങുന്ന ഒരു രീതി ആരംഭിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അതുണ്ട്. നമ്മുടെ തൊഴിലാളികൾ പോലും സമ്മതിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മളിങ്ങനെ ചർച്ച ചെയ്ത എന്താണ് ഇതിൻ്റെ കാരണം എന്ന് അന്വേഷിച്ച് വന്നപ്പോൾ അതിൻ്റെ മേലധികാരി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ വളരെ കുറച്ച് ആളുകൾ വളരെ പാവപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അവരോട് എനിക്ക് മറ്റവർ വാങ്ങുന്നത് പോലെ മാസം 1000 രൂപ ഫീസ് വാങ്ങാൻ പറ്റില്ല. ഞാനതുകൊണ്ട് അവരോട് 100 രൂപയാണ് വാങ്ങുന്നത്. ആ കിട്ടുന്നത് 10 പൈസ പോലും എടുക്കാതെ ഞാനിത് വീതിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ തങ്കച്ചായൻ ഈ തൊഴിലാളികളുടെ കൂടെ നടക്കുന്ന ഒരാളല്ലേ, ശരിക്കും നമുക്ക് അതൊന്ന് നീതീകരിക്കാൻ പറ്റുമോ? കാരണം അവന് ശമ്പളം കൊടുക്കണ്ടേ? ഒന്നെങ്കിൽ പൈസ കുറവ് വാങ്ങിയിട്ട് വേറെ എവിടുന്നെങ്കിലും ഒരു സോഴ്സ് കണ്ടെത്തി വേണ്ടേ അവന്? അല്ല, എന്ത് തോന്നുന്നു? ഒരിക്കലും ഒരു മനുഷ്യൻ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്നെ എല്ലാവരും കൂടെ കൊല്ലാൻ വരിക. അതിൻ്റെ കാരണം അദ്ദേഹം 25% വേതനം കൂട്ടി. പക്ഷേ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതിനേക്കാളും നല്ലത് ഒരു മാസം ഒരു എസ്റ്റേറ്റിലെ തൊഴിലാളിക്ക് കിട്ടുന്ന വേതനത്തിൻ്റെ 25% ഇദ്ദേഹം കൂട്ടി കൊടുക്കുന്നതിനേക്കാൾ ഭംഗിയാണ് അവർക്കൊരു വെൽഫെയർ ഫണ്ട് തുടങ്ങുക. അപ്പോൾ അത് 25% അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ അവൻ കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകുക. ശരിക്കും പറയാൻ പറ്റും, ഒരു 30 വർഷം കഴിഞ്ഞ് അദ്ദേഹം മരിക്കുമ്പോഴേ അവിടുത്തെ തൊഴിലാളികളിൽ ആരും തന്നെ നല്ല വീടില്ലാത്തവരോ മാന്യമായിട്ട് മക്കളെ കെട്ടിച്ചു വിടാത്തവരോ ഇല്ലാത്തൊരു പരുവത്തിൽ ആ എസ്റ്റേറ്റിനെ മുഴുവൻ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് ആ മനുഷ്യന് വന്നൊരു ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റമാണ്. ഇതുപോലെ നമ്മുടെ ഇവിടെ വരുന്ന ആളിന് ഇവന് പാവപ്പെട്ടവനാണ്, അവൻ ഇളവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തൊഴിൽ ചെയ്ത് അവൻ്റെ വേതനം കുറച്ചാൽ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ ആവശ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവൻ്റെ ആവശ്യങ്ങൾ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന വല്ല കാര്യമുണ്ടോ? പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്. നമുക്ക് ഈ എപ്പോഴും സ്ഥാപനത്തിന് 1-ാം സ്ഥാനവും മനുഷ്യന് 2-ാം സ്ഥാനവും ആകുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മനുഷ്യൻ്റെ വിലയിടുകയും പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വില ഉയരുകയും ചെയ്യുമ്പോഴാണ് ഈ അധാർമികത ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഡോക്യുമെന്റിന്റെ ഒക്കെ വെളിച്ചത്തിലായിരിക്കണം ഈ കാരുണ്യവർഷം ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി പിതാവ് ഒരു സർക്കുലർ, ഒരു ഇടയലേഖനം ഇറക്കിയത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടൊരു സംഗതിയാണ്. അതായത് അതിനകത്ത് നീതിയെപ്പറ്റി പറഞ്ഞു വരുന്നിടത്ത് ഒരു സ്ഥലത്ത് പിതാവ് പറഞ്ഞത്, നീതി എന്ന് പറയുന്നത് കരുണ എന്ന് പറയുന്നത് നീതി ഉണ്ടായി കഴിഞ്ഞുണ്ടാകേണ്ട സാധനമാണ്. അപ്പോൾ നമ്മൾ കാരുണ്യവർഷത്തിൽ കരുണ ചെയ്യണമെന്ന് പറയുന്നു. പക്ഷെ കരുണ ചെയ്യണമെന്ന് നമ്മൾ പറയുകയും നീതി ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവിടെ കാരുണ്യമില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളൊരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഒരുപാട് ധാർമ്മികമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും. പക്ഷെ അത് ചെയ്യുമ്പോഴും നമ്മളോട് കൂടെ നിൽക്കുന്നവന് കൊടുക്കേണ്ട നീതി, അവന് അവകാശപ്പെട്ട നീതി കൊടുത്തിട്ട് വേണം അത് ചെയ്യാനെന്നുള്ളത്. എനിക്ക് തോന്നുന്നു സഭകളുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഇത് ശക്തമായിട്ട് അതനുസരിച്ച് തന്നെയാണ് പെരുമാറുന്നത്. എവിടെയെങ്കിലും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യണ്ടേ? അല്ലെ, നിങ്ങൾ ഒരു പത്രക്കാരുടെ ഇടയിലൊക്കെ അങ്ങനെ ഒരു ചർച്ച, ഒരു ആക്ഷേപങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സഭാ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം അസ്വസ്ഥതകൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹവും ചർച്ച ചെയ്യുന്നുണ്ട്. സഭയുടെ സ്ഥാപനങ്ങളിൽ ന്യായമായ വേതനം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ പോലും പത്രമാധ്യമങ്ങളിൽ പലപ്പോഴും സഭയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുറ്റങ്ങൾ പോലും വലുതാണ്. കാരണം അവർ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. തൊഴിൽ രംഗത്തെക്കുറിച്ച് ജിമ്മിച്ചൻ പറഞ്ഞതുപോലെ ഒരു സംതൃപ്തിയുടെ തലം തൊഴിൽ രംഗത്ത് ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ ഈ ചർച്ചയുടെ ഒരു നിഗമനമായിട്ട് നമുക്ക് എത്താവുന്നതാണ്. സംതൃപ്തിയുടെ തലം, ഒരു കൊടുക്കുന്ന ശമ്പളത്തിന് അപ്പുറത്ത് നമ്മുടെ തൊഴിലാളി, സഭാസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി എത്രമാത്രം സംതൃപ്തിയോടുകൂടിയാണ് രാവിലെ വരുന്നത്, സംതൃപ്തിയോടെ തിരിച്ചു പോകുന്നത് എന്നുള്ള തലം ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ളത് ഒരു ആത്മവിമർശനമായിട്ട് തന്നെ. ഒപ്പം തന്നെ ഈ തൊഴിലാളിക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ തങ്കച്ചായ? കാരണം അല്ലേ തൊഴിലാളി, അതിനെപ്പറ്റി എന്താണ് ഒരു അല്ല, അതായി പറഞ്ഞു വന്നത്. ഇതിനെ നമ്മൾ സഭ പറയുന്നത് കാരിത്താസ് ഇന്ത്യ ഇവിടുത്തെ സോഷ്യൽ സർവീസുകാരോട് എല്ലാ രൂപതയിലും പണ്ടേ പറഞ്ഞിരുന്നതാണ്, നമ്മുടെ ഏത് പ്രസ്ഥാനവും നോ ലോസ് നോ പ്രോഫിറ്റ്, നമ്മൾ കിട്ടുന്ന പൈസ തൊഴിലാളിയുടെ കയ്യിൽ എത്തിക്കണം എന്ന നിലപാട് KCBC-ക്കുണ്ട്. നമ്മുടെ സാമൂഹിക സോഷ്യൽ ഡയമെൻഷനൊക്കെ അങ്ങനെയാണ്. പക്ഷേ അത് പ്രായോഗികമായിട്ട് എത്താത്തതിൻ്റെ ഒരു കാരണം നേരത്തെ പറഞ്ഞതാണ്, മനുഷ്യന് വില കൽപ്പിക്കാതെ. ഇവിടെ അച്ഛൻ പറഞ്ഞ ഈ കാര്യം തൊഴിലാളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതും അവൻ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ അവൻ്റെ ജോലിയോടുള്ള ഉത്തരവാദിത്തം അവന് വർദ്ധിക്കും. വേതനത്തെക്കാൾ ഉപരിയായി അത് സംഭവിക്കും. ഞാനൊരു ഗവൺമെൻറ് ഓഫീസ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നെ ചിലരൊക്കെ കളിയാക്കാറുണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ടു ഫ്രൈഡേ
വെള്ളരിക്കൊണ്ട് പോയി കാസർഗോഡ് ചെന്നിട്ട് അവിടെ നിന്ന് കണ്ണൂർ പോയി തിങ്കളാഴ്ച തലശ്ശേരിയിൽ നിന്നാണ് ഞായറാഴ്ച വൈകിട്ട് പുറപ്പെടുന്നത്. തിരിച്ച് ആലപ്പുഴയിൽ എത്തുമ്പോൾ ഞാനൊരു വ്യവസായ ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴാണ്. അവിടെ എത്തുമ്പോൾ എൻ്റെ ഓഫീസിലെത്താൻ ഞാൻ 10-15 മിനിറ്റ് ലേറ്റാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ പോലും പോകാതെ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഓട്ടോറിക്ഷ പിടിച്ച് അങ്ങോട്ട് ചെല്ലും. സമയത്തെത്താം. അപ്പോൾ 10-15 ആകുമ്പോഴായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ കൂടെ എന്നെ കളിയാക്കാറുണ്ട്. ഞാൻ പറഞ്ഞു അതല്ല, അറ്റൻഡൻസ് ബുക്ക് പോകുന്നത് 10:20. ഞാൻ അതിന് മുമ്പ് ചെല്ലുന്നുണ്ടല്ലോ, 10:20 10:30 നടന്നു നിന്നാലും എനിക്ക് ചെല്ലാം. താനെന്തിന് ഓട്ടോറിക്ഷ പിടിച്ച് വരുന്നത്? ഞാൻ പറയുന്നു സർക്കാർ നിയമം 10:30 ആണെങ്കിലും ഞാൻ ശമ്പളം വാങ്ങിക്കുന്നത് 10 മണിക്ക് ഒപ്പിട്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ദൈവം കണ്ടിരിക്കും. കർത്താവിൻ്റെ നീതി അതാ. ആ നീതിക്കനുസരിച്ച് വേണം ഞാനൊരു ക്രിസ്ത്യാനി എന്നത്, പ്രത്യേകിച്ച് ഞാൻ ഈ സഞ്ചി തൂക്കിയിട്ടിരിക്കുന്ന ഒരു സുവിശേഷ പ്രസംഗം എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ആ സാക്ഷ്യമാകാൻ ബാധ്യതയുണ്ട്. അതുപോലെ ലീവ് എടുക്കുന്ന കാര്യത്തിൽ ഞാനൊരിക്കൽ സിംഗപ്പൂർ പോകാനായിട്ട് ലീവ് എടുക്കാനായിട്ട് അപേക്ഷ കൊടുത്തു. 20 ദിവസമായിട്ട് നമുക്ക് ലീവ് പാസ്സായി വന്നില്ല. അപ്പോഴേ ഞാൻ ആലപ്പുഴ കഞ്ഞിക്കുഴി ബ്ലോക്കിൽ വർക്ക് ചെയ്യുമ്പോൾ വീഡിയോ എന്നോട് പറഞ്ഞു, ഇവിടെ സമരം തുടങ്ങാൻ പോയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, താൻ വേഗം പോയില്ലെങ്കിൽ സമരം പ്രഖ്യാപിച്ചാൽ പിന്നെ ഇത് കിട്ടത്തില്ല. ഞാൻ ട്രിവാൻഡ്രത്ത് ചെന്നത് അന്നത്തെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒരു ക്രൈസ്തവനല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഏതായാലും ഇവിടെ സംഗതി അവരുടെ പ്രശ്നം കൊണ്ട് അവിടെ ഒതുങ്ങിപ്പോയതാണ്. പക്ഷേ പെട്ടെന്ന് ഗവൺമെൻറ്റിൽ നിന്ന് തലേദിവസം വിളിച്ച് പറഞ്ഞിരുന്നു, ഇതാ സമരം പ്രഖ്യാപിക്കാൻ പോവാണ്, ആർക്കും ലീവ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ 1 മാസം മുമ്പ് ലീവ് അപേക്ഷിച്ച ആളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, താനൊരു കാര്യം ചെയ്യും, താൻ സിംഗപ്പൂർ അങ്ങ് പോകും, ഇത് 1 മാസം നീളും, ഞാനിനി ഉറപ്പ് തരിക. അപ്പോൾ ഞാൻ സാറിന് എൻ്റെ ഡയറക്ടർ എന്നതിൽ പറയാം, പൊക്കോ സമരമാണ്. പക്ഷേ ഞങ്ങൾക്കൊരു ഡയറക്ടറുണ്ട്, എനിക്ക് ആ ഡയറക്ടർ സമ്മതിക്കില്ല, ഞാൻ ഇന്ത്യയിലാണെന്നുള്ളതാണ് ഇവിടെ ലീവ് എടുക്കാതെ പോയാൽ തെളിവ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എൻ്റെ ഡയറക്ടർക്ക് ഇത് പറ്റത്തില്ല. ഞാൻ പറയുന്നത് ഒരു അക്രൈസ്തവ സഹോദരനെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് അദ്ദേഹം ആലപ്പുഴ കളക്ട്രേറ്റിൽ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ സർവീസ് കാലത്ത് എന്നെ സ്പർശിച്ചൊരു കാര്യമാണ്. ഡയറക്ടർ പൊക്കോളാൻ പറഞ്ഞപ്പോൾ വേറൊരു ഡയറക്ടർ. ഞാൻ പറയുന്നത് ഇതൊരു തൊഴിലാളിക്ക് ദൈവോന്മുഖമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടാകണം. അതാ നേരത്തെ പറഞ്ഞ കൊളോസോസ് ലേഖനം 3:23 പറഞ്ഞില്ലേ, നിങ്ങളുടെ ജോലി എന്ത് തന്നെയാണെങ്കിലും മനുഷ്യരെ അല്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് പോലെ ഹൃദയപരമാർത്ഥത്തോടെ ചെയ്യുക. നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതും മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. എനിക്ക് അടുത്ത കാലത്ത് 2 കാര്യങ്ങൾ വന്നത്. ഒരു സെയിൽ ടാക്സ് ഇൻസ്പെക്ടർ എൻ്റെ അടുത്തൊരു കുടുംബ സുഹൃത്താണ്. അദ്ദേഹത്തിനൊരു ചെക്ക് പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ വന്നു. ചെക്ക് പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം, ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഒരു 6 മാസത്തേക്ക് ഇവരെവിടെയെങ്കിലും വരുന്നു, ഇവരെല്ലാവരും കൂടി ആ കിട്ടുന്ന പൈസയൊക്കെ വിധിച്ചെടുക്കുന്നു. ഇദ്ദേഹം അവിടെ സെയിൽ ടാക്സ് ഇൻസ്പെക്ടറായിട്ട് ചാർജ് എടുത്തിട്ട് ഒരു 3 ആഴ്ച അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഓഫീസിൽ കൈക്കൂലി വാങ്ങാൻ പാടില്ല, അതാണ് പുള്ളിയുടെ നിയമം. അങ്ങനെ പറഞ്ഞാൽ കൈക്കൂലി വാങ്ങുന്നവനെ സസ്പെൻഡ് ചെയ്യേണ്ട ഓഫീസർ 3 മാസത്തിനുള്ളിൽ ട്രാൻസ്ഫറായി വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. കാരണം അയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ എനിക്കറിയാവുന്നൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു സ്കൂട്ടറിൽ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഒരു പ്രൈവറ്റ് ഫേമിൽ, ഒത്തിരി സ്റ്റാഫൊന്നും ഉള്ള സ്ഥലമല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ജോലിയുടെ ഇടയ്ക്കല്ലേ, വർക്കിംഗ് ടൈം അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, വർക്കിംഗ് ടൈമാണ്, പക്ഷേ എനിക്ക് സ്കൂട്ടർ ഓടിക്കാമെന്ന് ഞാൻ അവരോട് അറിയാമെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം സ്കൂട്ടർ കൊണ്ടുവന്ന് വേറെ ഒരു ഫർലോങ് ഇപ്പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അവർ ഒരു സ്ഥലത്ത് പോയി, ഇപ്പോൾ ഇന്ന സ്ഥലത്ത് പോയി ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ അവർ വിചാരിക്കുന്നത് ഇവൻ ബസ്സിൽ കയറി അവിടെ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ അത്രയും ഒരു 1.5 മണിക്കൂർ സമയം ഇവൻ അവിടെ എടുക്കാം. പക്ഷേ ഇവൻ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വന്നാൽ 5 മിനിറ്റ് കൊണ്ട് പോകാവുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ 2 സംഗതികളും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും കൃത്യതയോടെയുള്ള ഒരു ഉത്തരവാദിത്വം. ഇപ്പോൾ തങ്കച്ചായൻ പറഞ്ഞ പോലെ നമുക്കൊരു ഡയറക്ടർ വേറെയുണ്ട്, നമുക്കൊരു ഇൻസ്പെക്ടർ മുകളിലുണ്ട് എന്നുള്ള ഒരു തോന്നൽ എല്ലാ ജോലിക്കാർക്കും ഉണ്ടാകണം, അല്ലേ? അതുണ്ടാകണം. അത് ഉണ്ടാകുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കുടുംബ സമാനമായ ഒരു ഫാമിലി ഫീൽ കിട്ടാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ തൊഴിൽ സ്ഥാപനങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ 2 കമ്പനി ജോലി സ്ഥലത്ത് ചെന്നപ്പോൾ സ്റ്റാഫ് സെക്രട്ടറി ആയിരുന്നു. ഒന്ന് ഒരു ഇടുക്കി ടൗൺ പ്ലാനിങ്ങിലും ആലപ്പുഴ വ്യവസായ ഓഫീസിലും. രണ്ടും നമുക്കറിയാം, പൊതുവേ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെന്ന് പറഞ്ഞാൽ സാധാരണഗതി ശമ്പളം മാത്രമല്ല കിട്ടുന്ന എല്ലാവർക്കും. പക്ഷേ ഞാൻ ആ സെക്രട്ടറി അതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, ടൗൺ പ്ലാനർ മുതൽ താഴെ ശമ്പളത്തിൽ ഭയങ്കര വേരിയേഷനാണ്, അടിയിലെ ചെയിൻമാൻ വരെ. അവരൊരിക്കലും സംതൃപ്തരല്ല. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നു, 1 വർഷം കൊണ്ട് ഇവരെല്ലാം കണക്ട് ചെയ്ത് അവരെ സംതൃപ്തരാക്കാൻ പറ്റി. ആ ഒരു ആത്മീയതയാണ് ഈ സിജോയും തങ്കച്ചാനും ഒക്കെ പറയുന്ന ഒരു ആത്മീയത. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഒരു തൊഴിലാളി അവൻ്റെ ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് ഔസേപിതാവിനോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നണം, അല്ലേ? കാരണം നമ്മളങ്ങനെയാണല്ലോ, സഭ എല്ലാ കാര്യങ്ങൾക്കും വിശുദ്ധരെ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ക്രിസ്റ്റഫറിനെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും, യൂത്തിനായാലും. എനിക്ക് തോന്നുന്നു തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മധ്യസ്ഥനല്ലേ ഔസേപിതാവ്. ഈ ഔസേപിതാവിൻ്റെ ഒരു മാതൃക എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു
തൊഴിലാളി, ഒരു ജെനുവിനായിട്ടുള്ള ഒരു ആത്മീയതയുള്ള ഒരു തൊഴിലാളി, അവന് ദൈവം ഏൽപ്പിച്ചത് എന്ത് തന്നെ ആയാലും, ഇപ്പോൾ രക്ഷാകര ചരിത്രത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ മുഴുവൻ കടന്നു വരുന്ന ഔസേപ്പിതാവിനെ ഒരു തൊഴിലാളികളുടെ മധ്യസ്ഥനുമായിട്ട് നമുക്ക് തരുമ്പോൾ, വിശാൻ അങ്ങനെ ഒരു ഔസേപ്പിതാവിൻ്റെ ഒരു ഭക്തനാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഈ ചർച്ച എത്തുക ഒരു സംതൃപ്തിയുടെ തൊഴിൽ സംസ്കാരം രൂപപ്പെടുക എന്നുള്ളതാണ്. സഭ ഈ രംഗത്ത് നൽകിയിട്ടുള്ള പ്രബോധനങ്ങൾ, ചാക്രിക ലേഖനങ്ങൾ, മറ്റ് പ്രമാണരേഖകൾ, അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ സംതൃപ്തമായ ഒരു തൊഴിൽ സംസ്കാരം ഉണ്ടാകുന്നിടത്താണ് സഭ മുന്നോട്ട് വയ്ക്കുന്ന തൊഴിൽ ദർശനങ്ങൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രാവർത്തികമാവുക. തൊഴിലാളിയുടെ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാതൃക ഓരോ തൊഴിലാളികൾക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രത്യേകമായി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. മനോഹരമായ തൊഴിൽ സംസ്കാരം നമ്മുടെ കേരളത്തിലും നമ്മുടെ ഭാരതത്തിലും രൂപപ്പെടട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തൊഴിലാളി ദിനത്തിലെ ഈ ചർച്ചയിൽ സഭയുടെ തൊഴിൽ ദർശനങ്ങളെക്കുറിച്ച്, സാമൂഹിക ദർശനങ്ങളെക്കുറിച്ച് കൃത്യമായി ഇടപെടൽ നടത്തി അനുഭവങ്ങളും അറിവും പങ്കുവച്ച ബഹുമാനപ്പെട്ട ജിമ്മി പൂച്ചക്കാട്ടച്ചനും, അതുപോലെ തൊഴിൽ രംഗത്തുള്ള അനുഭവ പരിചയങ്ങളും അതുപോലെ തന്നെ മറ്ററിവുകളും കൃത്യമായി പങ്കുവച്ച തങ്കച്ചായനും ഈ ചർച്ചയുടെ പേരിൽ കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഈ നീതിയുടെ ശബ്ദം എന്ന ഈ പ്രോഗ്രാം ശ്രദ്ധാപൂർവം ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ പരിസമാപിക്കുന്നു. നന്ദി.